ഹായ് ഗൈസ്, എല്ലാവർക്കും ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങൾ ഇന്ന് പോകുന്നത് കുറച്ച് റബ്ബറിന് പ്ലാസ്റ്റിക് ഇടാനാണ്. നമ്മൾ ഇന്നലെ കുറച്ച് പ്ലാസ്റ്റിക് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം പ്ലാസ്റ്റിക് തീർന്നു പോയപ്പോൾ ഞങ്ങളിങ്ങ് കയറി പോന്നു. ബാക്കി ഒരു 30 മരം കൂടി ഇടാനുണ്ടായിരുന്നു. അതിന് വേണ്ടി ഞങ്ങൾ രാവിലെ പോകണം. രാവിലെ അല്ല, ഒരു 11 മണിയൊക്കെ കഴിഞ്ഞു. കാരണം വെളുപ്പിന് ചെറുതായിട്ടൊരു മഴ തൂളിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അഥവാ മരമൊക്കെ നനഞ്ഞിട്ടുണ്ട്, ഉണങ്ങിക്കോട്ടെ എന്ന് കരുതിയിട്ട് ഞങ്ങൾ ഇച്ചിരി പതുക്കെയാണ് പോയത്. വെയിലൊക്കെ ഉദിച്ച് കഴിഞ്ഞിട്ടാണ് പോയത്. അപ്പോൾ അതാണ് നമ്മൾ പ്ലാസ്റ്റിക് ഇട്ട മരങ്ങൾ നിൽക്കുന്നത്. ചെറിയൊരു തോട് പോലെ സംഭവമുണ്ട്, അതൊക്കെ ചാടിക്കടന്നാണ് അപ്പുറത്ത് പോകാനായിട്ട്. നമ്മൾ വീട്ടിൽ നിന്ന് ടാറ് വശമൊക്കെ ഉരുക്കിക്കൊണ്ടാണ് വന്നേക്കുന്നത്. കാരണം ഒത്തിരി ദൂരമൊന്നുമില്ല, ഒരു 5-8 മിനിറ്റ് നടക്കാനേ ഉള്ളൂ. അപ്പോൾ പിന്നെ ഇവിടെ വന്ന് അതിനി സമയം കളയണ്ടല്ലോ എന്നും കരുതി അതൊക്കെ ചൂടാക്കിയിട്ടാണ് പോകുന്നത്. അതിന് ഓരോ സാധനങ്ങൾ അങ്ങോട്ട് വാങ്ങിച്ച് വെക്കുകയാണ്. എന്നിട്ട് ഞാനും ചാടണം. അപ്പോൾ നമ്മൾ പ്ലാസ്റ്റിക് ഇട്ട പറമ്പിലേക്ക് പോവുകയാണ്. അങ്ങനെ പറമ്പിൽ വന്നിട്ടുണ്ട്. നമുക്ക് താഴ്ഭാഗത്തായിട്ടാണ് ഇനി ഇടാനുള്ള മിച്ചമുള്ള മരം ഉള്ളത്. അപ്പോൾ ഇന്നലെ നമ്മളിവിടെ ഇച്ചിരി ബെൽറ്റൊക്കെ പാത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, കൊണ്ടുപോയില്ല, അവിടെ തന്നെ വെച്ചിട്ട് പോകുന്നു. അതെടുക്കാൻ പോവുകയാണ് ഞാൻ. അപ്പോൾ ഇന്നലെ ഇവിടെ വെച്ചിട്ടാണ് നമ്മൾ ടാറൊരുക്കി തീയൊക്കെ കൂട്ടിയത്. അപ്പോൾ അത് മൂടി വെച്ചിട്ടാണ് പോയത്. നാളെ വരുമ്പോൾ ഒരുക്കാമെന്നുള്ളൊരു പ്രതീക്ഷയില്ല. അപ്പോൾ പിന്നെ നമ്മളിന്ന് ഒരുക്കിക്കൊണ്ട് വന്നുകൊണ്ട് അത് പിന്നെ കാര്യമാക്കേണ്ട കാര്യം വന്നില്ല. അപ്പോൾ നമ്മളിവിടെ ഒരു കുഴിക്കകത്താണ് പ്ലാസ്റ്റിക്കിലൊക്കെ പൊതിഞ്ഞ് ബെൽറ്റും പിന്നും സ്റ്റാപ്ലറൊക്കെ ഇട്ടിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഉണ്ടോ നോക്കി, അവിടെ ഉണ്ട്. ഞാനത് എടുക്കുകയാണ്. ഉണ്ടോ, ആ കൂടിനകത്ത് പൊതിഞ്ഞിട്ടിട്ടുണ്ട്. ഞാൻ കുഴിക്കകത്തേക്ക് നോക്കിയതുകൊണ്ട് ക്യാമറ നോക്കിയില്ല, അതുകൊണ്ടാണ് സാധനം ഫോക്കസ് ആവാത്തത്. അങ്ങനെ നമ്മുടെ സാധനമൊക്കെ കൈ കിട്ടിയിട്ടുണ്ട്. ഇനി നേരെ താഴേക്ക് പോവാം. അതിന് നേരെ താഴോട്ട് പോയിട്ടുണ്ട്. നേരെ കുറച്ചങ്ങ് താഴോട്ടിറങ്ങി പോകണം. അവിടെ ചെന്ന് നമ്മുടെ സാധനങ്ങളും ബാഗൊക്കെ ഒരു കുട ചൂടി വെച്ചിട്ടുണ്ട്. കാരണം മഴയാണ് പെയ്തെങ്കിലോ എന്ന് കരുതിയിട്ട്. അങ്ങനെ പെട്ടെന്ന് വരും. പിന്നെ ടാറ് തേച്ചങ്ങ് പോവും, പശ തേച്ച് പോവും. ഞാൻ പതുക്കെ ഓരോ റബ്ബറിന് പ്ലാസ്റ്റിക് ഇട്ട് ബെൽറ്റ് അടിച്ച് ഇങ്ങനെ പതുക്കെ വരുള്ളൂ. ആ സമയം കൊണ്ട് അവന് പശ തേച്ചിട്ട് ഓടി വരും. കൈ കഴുകിയിട്ട് വന്ന് പിന്നെ ബെൽറ്റ് അടിച്ചോളൂ. അപ്പോൾ പിന്നെ എനിക്ക് പെട്ടെന്ന് പ്ലാസ്റ്റിക് ഇട്ട് പോകാം. അവന് പെട്ടെന്ന് പശ തേച്ച് പോയി. അപ്പോൾ ഇനി ഞാൻ പയ്യെ പ്ലാസ്റ്റിക് ഇടട്ടെ. ഒരു മരത്തിന് പ്ലാസ്റ്റിക് ഇടുമ്പോൾ ഏതായാലും കുറേ സമയമൊക്കെ എടുക്കും. ഇതെൻ്റെ ജോലിയൊന്നുമില്ല. പിന്നെ ഇങ്ങനെയൊക്കെയല്ലേ ഓരോന്ന് ചെയ്ത് പഠിക്കുന്നേ. പിന്നെ അങ്ങനെ ചെയ്ത് പഠിച്ച് അങ്ങനെ അങ്ങ് പോയതാട്ടോ. പിന്നെ ഇടയ്ക്ക് ഇതിനകത്തുനിന്ന് സ്റ്റാപ്ലെയർ തീർന്നു പോകുമ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതിനകത്തുനിന്ന് കൈയിട്ടെടുക്കണം, പിന്നെ നൈഫ് എടുക്കണം, ബ്ലേഡ്. ഇന്നലെ ഒരു വള്ളിയിലൊരു ബ്ലേഡ് കെട്ടി തൂക്കിയിട്ടുണ്ടായിരുന്നു, അതൊന്നും കണ്ടില്ല ഇന്ന്. പിന്നെ നൈഫ് എടുത്തിട്ട് വന്നിട്ടാണ് മുറിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഞാൻ ബെൽറ്റ് അടിച്ചാണ്. ഇപ്പം ഞാൻ ചെയ്തതാണ്. ഇങ്ങനെ പശയൊക്കെ മടങ്ങണമെന്നൊക്കെ പറയുന്നത്. അപ്പം അതുപോലൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ പടപടാന്ന് നമ്മൾ ഓരോ മരത്തിലും പ്ലാസ്റ്റിക് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം മഴക്കാർ കയറുന്നുണ്ട്, അതിന് മുന്നേ ഇട്ട് തീർക്കുവാണെങ്കിൽ അത്രയും നല്ലതല്ലേ എന്നും കരുതി ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അതിന് വശ തേച്ച് കഴിഞ്ഞിട്ടുണ്ട്. അതിന് ഇപ്പോൾ വന്ന് പ്ലാസ്റ്റിക് ഇട്ട് ബെൽറ്റ് അടിച്ചോളും. പിന്നെ എനിക്ക് പ്ലാസ്റ്റിക് ഇട്ട് പോയാൽ മതി. പക്ഷെ അതിൻ്റെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ചെറിയൊരു മഴച്ചാറ്റിലിങ്ങനെ മൂടി വന്നപ്പോഴത്തേക്ക് ഞാൻ ഫോണെല്ലാം ഓഫ് ചെയ്ത് വെച്ചു. അങ്ങനെ നമ്മുടെ പ്ലാസ്റ്റിക് ഇടൽ എന്തായാലും ഏകദേശം കഴിഞ്ഞു. മഴയൊന്നും പെയ്തില്ല ഭാഗ്യത്തിന്. പിന്നെ ലാസ്റ്റ് മരം കൂടെ പിന്നടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പ്ലാസ്റ്റിക്കെല്ലാം ഇട്ടിട്ട് ഓടി വന്നു വീഡിയോ എടുക്കാൻ വേണ്ടി. അപ്പോൾ നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞു. എല്ലാം നമ്മൾ എടുത്ത് പെറുക്കിയൊക്കെ വെക്കാൻ തുടങ്ങുകയാണ്. അത് ഇനി ഏതെങ്കിലും മരം വിട്ടുപോയിട്ടുണ്ടോ എന്ന് കാര്യമായിട്ട് നോക്കുന്നതാണ് കേട്ടോ. പിന്നെ അവന് മണ്ണെണ്ണയൊക്കെ തൊട്ട് കയ്യിലെ പശയൊക്കെ കളയുന്നുണ്ട്. ഞാൻ എന്തായാലും ഇനി വീട്ടിൽ പോയിട്ടേ അതൊക്കെ ചെയ്യുന്നുള്ളൂ. എൻ്റെ കയ്യിൽ കുറച്ച് പശയൊക്കെ ഉള്ളൂ. ഇനി വീട്ടിൽ പോയി സാവകാശം ഇരുന്ന് അവിടെ ഇരുന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മുടെ കെട്ടും പാണ്ടമൊക്കെ ആയിട്ട് പെറുക്കി വീട്ടിലേക്ക് ഇനി പോവുകയാണ്. ഒരു ചെറിയ കയറ്റമാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കേ.